വളരെ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നത് പോലെ ഒത്തിരി മധുരമൊന്നുമില്ലാതെ നല്ലൊരു ഡെസേർട്ട് നമുക്കെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു വലിയ ബൗളെടുക്കുക. അതിലേക്ക് 4 മുട്ടയുടെ വെള്ളയാണ് ആവശ്യമുള്ളത്. മുട്ടയുടെ വെള്ള എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതുപോലെ 2 ഷെല്ലിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ണി മാറ്റി വെള്ള താഴോട്ടെടുത്താൽ മതി. ഉണ്ണി ഒട്ടും വീഴാതെ ശ്രദ്ധിക്കണം. ഉണ്ണി വീണിട്ടുണ്ടെങ്കിൽ മുട്ടവെള്ള പതയത്തില്ല. മുട്ടത്തോട് വീണിട്ടുണ്ടെങ്കിൽ ഈ മുട്ടത്തോട് വെച്ച് തന്നെ എടുക്കുന്നത് എളുപ്പം. സ്പൂൺ വെച്ചെടുത്താൽ അത്ര എളുപ്പത്തിൽ കിട്ടത്തില്ല. ഇനി നല്ലതുപോലെ വിപ്പ് ചെയ്യുക. ഹാൻഡ് ബീറ്റർ അല്ലെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ച് വിപ്പ് ചെയ്തെടുക്കാം. ഫ്ലഫി ആയിട്ട് വന്ന് തുടങ്ങുമ്പം 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കുക. കുറച്ച് ചേർത്ത് ഇങ്ങനെ വിപ്പ് ചെയ്തെടുത്താൽ മതി. മുട്ടവെള്ള റെഡിയായോ എന്നറിയാൻ വേണ്ടി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ബീറ്റർ പൊക്കി നോക്കുമ്പം ചെറിയൊരു വളവോട് കൂടി മുട്ടവെള്ളം നിൽക്കണം. അതിന് പറയുന്നത് സോഫ്റ്റ് പീക്ക് സ്റ്റേജ് എന്നാണ്. മുട്ടയുടെ വെള്ള ഇങ്ങനെ പതപ്പിച്ചെടുക്കുന്നതിനാണ് മെറാങ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ വനില എസൻസും ആഡ് ചെയ്യുക. ഇത് രണ്ടും ഇനി ഇതിലോട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇത് ഒത്തിരി നേരം വിപ്പ് ചെയ്യേണ്ട, എല്ലാം കൂടി ഒന്ന് മിക്സായാൽ മതി. ഇനി ഈ മിശ്രിതം നമ്മളൊരു സ്വിസ് റോൾ ഉണ്ടാക്കുന്ന ബേക്കിംഗ് പാനിലാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. ബേക്കിംഗ് പാൻ ഇതുപോലെ ബട്ടർ പേപ്പർ വെച്ച് കവർ ചെയ്യണം. ഇനി ഇതിലേക്ക് നമുക്ക് മെറാങ് ആഡ് ചെയ്യാം. ഒരു 2 ഇഞ്ച് കനത്തിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് ഓപ്ഷണലാണ്. ഒരു ക്രഞ്ചി ഫീൽ കിട്ടാൻ വേണ്ടി ഏതെങ്കിലും നട്ട്സ് ചോപ്പ് ചെയ്ത് ഇതുപോലെ ആഡ് ചെയ്യാം. ഞാനിവിടെ ആൽമണ്ട് ഫ്ലേക്സ് എടുത്തിരിക്കുന്നത്. ഇതൊരു എക്സ്ട്രാ ടേസ്റ്റ് ആൻഡ് ക്രഞ്ചിനെസ് കൊടുക്കും. അവൻ ഇനി 160 ഡിഗ്രിയിൽ 2-5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 35 തൊട്ട് 45 മിനിറ്റ് വരെ ബേക്ക് ചെയ്യണം. ബേക്ക് ചെയ്ത് കഴിഞ്ഞ് മുകളിൽ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ ഒരു ക്രിസ്പി ഫീലിംഗ് കിട്ടണം. അങ്ങനെ ഇല്ലെങ്കിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കൂടി അവൻ സ്വിച്ച് ഓഫ് ചെയ്ത് അതിൽ തന്നെ വെച്ചേക്കണം. മെറാങ്ങിൻ്റെ ചൂട് കുറച്ചൊന്ന് കുറഞ്ഞ് കഴിയുമ്പോൾ ഒരു ബട്ടർ പേപ്പറിൽ ഇതുപോലെ പഞ്ചസാരപ്പൊടി വിതറണം. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മെറാങ് ഷീറ്റ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ പൗഡർഡ് ഷുഗർ നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ സൈഡ്സൊക്കെ ചെറുതായിട്ടൊന്ന് വിടിവിച്ചിട്ട് ബട്ടർ പേപ്പറിൻ്റെ മുകളിലേക്ക് അത് വയ്ക്കുക. മഴയുള്ള സമയത്ത് ഇത് ചെയ്യാതിരിക്കുകയായിരിക്കും നല്ലത്. കാരണം ഇച്ചിരി സ്റ്റിക്കിനെസ് ഉണ്ടാകും. അതുകൊണ്ട് മഴയില്ലാത്ത ദിവസം ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ കമത്തിയിടുക. ഇനി നമ്മൾ ആ ബട്ടർ പേപ്പർ വെച്ച് തന്നെയാണ് റോൾ ചെയ്യുന്നത്. ചെറു ചൂടോടെ നമ്മൾ റോൾ ചെയ്യുവാണെങ്കിൽ പിന്നെ അതിൽ ഫില്ലിംഗ് നിറയ്ക്കാൻ എളുപ്പമായിരിക്കും. റോൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 1 മണിക്കൂറോളം ഇത് അവനിൽ വെക്കാം, ഇല്ലെങ്കിൽ ഇതെടുത്ത് ഫ്രിഡ്ജിലാണേലും വെക്കാം. ഇപ്പോൾ ഒരു 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളത് അൺറോൾ ചെയ്തിട്ട് അതിനുള്ളിൽ ഫില്ലിംഗ് നിറയ്ക്കാൻ പോവുക. എൻ്റെ സ്വിസ് റോളിൻ്റെ പാൻ ചെറുതാണ്, അതുകൊണ്ട് ഞാൻ 2 പ്രാവശ്യം ബേക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ആ ബട്ടർ പേപ്പർ, പുറകുവശത്തെ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യുക. ചെറുതായിട്ട് പൊട്ടിപ്പോകും ആ ക്രിസ്പിനെസ് ഉള്ളത് കൊണ്ട്, അത് കുഴപ്പമില്ല. ഒരെണ്ണത്തെ ചെറിയ സ്റ്റിക്കിനെസ് ഉണ്ട്, ഞാനത് അരമണിക്കൂർ അവനിൽ വെച്ചില്ല, അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യുക. നന്നായിട്ട് ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഏതെങ്കിലും ഒരു ജാം അല്ലെങ്കിൽ മാർമലേഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലേവർ ആണെങ്കിലും ഫ്രൂട്ട് ക്രഷ് യൂസ് ചെയ്യാം. ഞാനിവിടെ മിക്സഡ് ബെറിയുടെ ക്രഷായി യൂസ് ചെയ്യുന്നത്. ഒരു 1/2 to 1 കപ്പ് ആഡ് ചെയ്യുന്നതാണ് നല്ലത്. അതും നല്ല ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മെറാങ്ങിൻ്റെ വിപ്പിംഗ് ക്രീമിൻ്റെ മധുരത്തിനോടൊപ്പം ഈ ഒരു പുളിയും കൂടെ വരുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അതേ ബട്ടർ പേപ്പർ വെച്ച് തന്നെ ഇതുപോലെ പതുക്കെ റോൾ ചെയ്തെടുക്കുക. ഇടയ്ക്ക് പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ അതൊന്ന് കൈകൊണ്ട് ഒന്ന് മാറ്റി കൊടുത്താൽ മതി. സൈഡ്സൊക്കെ കട്ട് ചെയ്ത് ഈവനാക്കി വെക്കുക. ഇതിപ്പം റെഡി ആയിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിക്കണം. അത് കഴിഞ്ഞിട്ടാണ് സെർവ് ചെയ്യേണ്ടത്. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.